ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാനും മോളും മാച്ച് അതിനാ പറയാനേ പോകുന്നു. സെയിം ബട്ട് ഡിഫറെന്റ് അല്ലെ നെസു? നമ്മൾ എന്തെങ്കിലും സെയിം അല്ലെങ്കിൽ ഒരുപോലെ കളേഴ്സ് അല്ലാന്നെങ്കിൽ നെസു പറയുന്നത് ആ ഒരു പാട്ടാ പാടല് കേട്ടോ. സെയിം ബട്ട് ഡിഫറെന്റ്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ മാട്ടൂല് ഫെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ. ഫസ്റ്റ് ടൈമാണ് നമ്മളെ മാട്ടൂല് ഒരു ബീച്ച് കാർണിവൽ വരുന്നത് കേട്ടാ. പെറ്റ് സ്റ്റേഷന്റെ അടുത്ത്. അപ്പൊ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇന്ന് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നാളെ അതായത് വെള്ളിയാഴ്ച പോവാന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ദിവസം അപ്പൊ അങ്ങനെ പോവാൻ ഞാൻ വിചാരിച്ചത്. അപ്പൊ മർസിക്ക് നാളെ വർക്ക് വരുന്നുണ്ട്. വർക്ക് തീരും ഏകദേശം 6-7 മണി ആ ടൈം ആവൂലേ? ഇല്ല, 4-5 മണിയാവും എന്തായാലും. പിന്നെ അത് മാത്രല്ല വർക്കെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോ ആ ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഫുൾ ടയർഡെല്ലായിട്ട് ഉണ്ടാവാന്. പിന്നെ വർഷി പറഞ്ഞത് നമുക്ക് ഇന്നെ പോവാ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെസുവിന്റെ ബർത്ത്ഡേന്റെ വ്ളോഗ് എഡിറ്റിലും കാര്യമൊക്കെ ആയിട്ട് ബിസിയായി ഉണ്ടായിന്. അപ്പൊ ഇന്ന് എന്തായാലും പോവാൻ കഴിയില്ല എന്നാ വിചാരിച്ചത്. പിന്നെ എന്താ ലേറ്റ് ആയിട്ട് ആയാലും നമുക്ക് പോവാലോ. ഇത് നമ്മള് തുടങ്ങിയിട്ട് ഏകദേശം ഇന്ന് 4ാമത്തെ ദിവസമായിട്ടായി കേട്ടാ. 3-4 തുടങ്ങിയിട്ട് 7-ാം തീയതി തീരുന്നത്. അപ്പൊ ഇന്നാണ് നമ്മള് പോകുന്നത് കേട്ടാ. അവിടെ നമ്മൾ അറിഞ്ഞിടത്തോളം ഭയങ്കര ജനപ്പെരുപ്പെന്നെല്ലാം പറയുന്നുണ്ട്. വ്ളോഗ് എടുക്കാൻ കഴിയുമോ എന്താ അറിയൂല. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് എടുക്കാം. ഇതാണ് ലവ് ലാപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്ട്രോളർ നോക്കുമ്പോൾ നമ്മൾ 3 കാര്യം നിർബന്ധമായിട്ട് നോക്കണം. ഒന്ന് കംഫർട്ട് ആണെങ്കിൽ ബേബി നല്ല ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നല്ല കൺവീനിയന്റ് ആയിരിക്കണം. അപ്പൊ ഇത് 3 നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ലവ് ലാപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ കേട്ടോ. ഈ ഒരു സ്ട്രോളറിന്റെ കുഷൻ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ കാനബി അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമാണ്. കാരണം നമ്മളെ കുട്ടികളൊക്കെ കൂട്ടി പുറത്തൊക്കെ പോകുന്ന സമയത്ത് വെയിലുള്ളാതിരിക്കാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതിന്റെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് വരുന്നത് മൾട്ടി പൊസിഷൻ സീറ്റ് റിക്ലൈൻ ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് സീറ്റിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി പറ്റും. അതായത് സിറ്റിംഗ് പൊസിഷൻ, റിലാക്സിങ് പൊസിഷൻ, അതുപോലെ സ്ലീപ്പിംഗ് പൊസിഷൻ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. നമുക്ക് ഈ ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് സ്ലൈഡ് ചെയ്താൽ മതി. ബാക്ക് റെസ്റ്റ് പോലെ തന്നെ കുട്ടികളുടെ ഫുട്ട് റെസ്റ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതിന്റെ താഴെ നമുക്ക് വൈഡ് ഫുട്ട് റെസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ബിഗ് വീൽ ബേസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. 360 ഡിഗ്രി സിവൽ ഫ്രണ്ട് വീലാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ട്രോളറിൽ സസ്പെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ കുലുക്കും കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് അറിയുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ ബാർ റിവേഴ്സൽ ഹാൻഡിൽ ബാർ ആണ്. ബേബിനെ നമ്മുടെ ഫേസ് ആക്കി യൂസ് ചെയ്യാം. അത് മാത്രമല്ല 5 പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 ടൈപ്പ് ലുക്കിംഗ് വിൻഡോ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഒന്ന് നമ്മൾ ഈ മുകളിലും അതുപോലെ തന്നെ ഒന്ന് ബാക്കിലും. പിന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നിവർത്താനും ഇത് ഈസി ആണ് കേട്ടോ. ജസ്റ്റ് ഈ 2 ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും നിവർത്താനും പറ്റും. ഇവിടെ താഴെ സ്റ്റോറേജ് ബാസ്ക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളുടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളും ഒരു ബേബി സ്ട്രോളർ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു ലവ് ലാപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഉമ്മയും മറുതയും ആദ്യം പോയിട്ടുണ്ടായിട്ടാ. കാരണം നമ്മളെ പോക്ക് ഇന്നത്തെ ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെന്തായാലും ഇന്ന് പോകുന്നത് പറഞ്ഞിട്ട് അവര് നേരത്തെ പോയിട്ടുണ്ടായിന്. ഇപ്പൊ ഞാൻ നെതിർക്കാൻ വേണ്ടി ഇല്ല, എന്തായാലും 10 മണി 11 മണിയല്ല, 10 മണി എന്തായാലും ആവുമായിരിക്കും. ആ ഉമ്മ ഫുള്ള് ചില്ലാക്കിട്ട് ഉമ്മാന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പോയിട്ട് 10:00 10:45 നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിന്. ഫുള്ള് ചില്ലാക്കി ഒന്നും പറയണ്ട. മാട്ടൂലുള്ള എല്ലാരിക്കും എന്താ പറയാ, വലിയ എന്താ ആഘോഷം പോലെയാണ് നമ്മൾ ഈ ഒരു അതന്നെ. പിന്നെ അത് മാത്രല്ല ഞാൻ മാട്ടൂലായിട്ട് പിന്നെ അത് കാണുമായിരിക്കും. പിന്നെ അത് മാത്രല്ല മാട്ടൂലായിട്ട് മാട്ടൂക്കാരിയായി ഞാൻ നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഇട്ടിട്ടില്ലെങ്കിൽ മോശല്ലേ അല്ലേ? അപ്പം നെസുവിന്റെ ഷൂ ഇടണം. ഒരാള് വണ്ടി കയറി അന്നേരം തുടങ്ങോട്ടാ പാട്ട് വെക്കാൻ വേണ്ടിട്ട്. തപ്പിയാണ് എന്റെ ഫോൺ ഡിസ്കണക്ട് ആക്കിയിട്ടുള്ള സ്പോട്ടിഫൈ തപ്പിയത് കാണുന്നില്ല. അത് നിന്റെ ആൻഡ്രോയിഡ് ഫോൺ കണക്ട് ആയി തോന്നുട്ടാ. അപ്പൊ നമ്മള് എന്താണ് പോയത്? നമുക്ക് ശരിക്കും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിയുമോന്ന് അറിയില്ല.
നല്ല തിരക്കും കാര്യമില്ലായിരിക്കും നോക്കല്ലേ. അതന്നെ എന്തായാലും നല്ല തിരക്കുണ്ടാവും. കാരണം ഇന്നലെ പോയ എന്റെ ഫ്രണ്ട്സും കാര്യം എല്ലാരും പറഞ്ഞു നീ മാത്രമേ മർസ്യാട് ഇല്ലാണ്ടില്ലോ, മാട്ടൂല് ജനങ്ങള് ഫുള്ള് അവിടെ ഉണ്ട് പറഞ്ഞു. എല്ലാ സെയിം ദിവസം ഉണ്ടാവും അല്ലെ. പിന്നെ അവിടെ വേറെ സംഭവം കൂടി ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അപ്പുറത്തെ പെറ്റ് സ്റ്റേഷനിൽ ടിക്കറ്റ് ഫ്രീ അങ്ങനെ എന്തോ ഉണ്ടല്ലേ. അത് 8:30 മണി വരെ 7:30 മണി വരെ തോന്നുന്നു പെറ്റ് സ്റ്റേഷനിൽ. അല്ല നമ്മള് പെറ്റ് സ്റ്റേഷനിൽ കുറെ പോയതല്ലേ. അതുകൊണ്ട് നമ്മൾ അവിടെ പോന്നില്ല, ഇവിടെ ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചു. എല്ലാരും നല്ല അടിപൊളിയാന്ന് പറയുന്നുണ്ട്. നോക്കാം നമ്മളെ മാട്ടൂലി. മോള് പാട്ട് വെച്ചിട്ടുണ്ടാ? കോപ്പിറൈറ്റ് വരും. ഫസ്റ്റ് വണ്ടി കയറി ആദ്യം ചെയ്യുന്നത് കേസ് നമ്മള് പെട്ടു കേട്ടാ. ഫുള്ള് ബ്ലോക്ക്. അതിന്റെ റോഡിലും മാറി അതെല്ലാം കാട്ടിലെത്തി. മർസി പറഞ്ഞ വിട്ട ഒരേ പോക്ക് പോട് എനക്കറിയാം എന്റെ മാട്ടൂലെന്നും പറഞ്ഞ് ലാസ്റ്റ് റോഡ് തീർന്ന അവിടെ വലിയൊരു കുണ്ട്. പിന്നെ അവിടുന്ന് ഒരാളോട് ചോദിച്ചു, അതല്ല ഗൈസ് നമ്മള് വിശ്വസിച്ചിട്ട് നമ്മളെ ബാക്കിലേ ഒരാള് വരുന്നുണ്ട്. അവരത് വേദിറ്റി പോയി. ഇവിടെ നമ്മൾ എത്തിയേട്ടാ ഏകദേശം. എന്താ ഇവിടെ തന്നെ പാർക്ക് ചെയ്തോനെ തിരക്ക, ഇവിടെ തന്നെ പാർക്ക് ചെയ്തോ. അപ്പോൾ 2 എൻട്രൻസ് ആട്ടോ ഉണ്ടായത്. ഒന്ന് പെറ്റ് സ്റ്റേഷൻ്റെ ഒരു ഏരിയയിലും പിന്നെ ഇതാ നമ്മൾ കയറിയിട്ടുണ്ടായ ഒരു എൻട്രൻസാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാം സിറ്റിയും പിന്നെ അതുപോലെ തന്നെ പെറ്റ് സ്റ്റേഷന് അവിടെ അങ്ങനെ 2-3 സ്ഥലം കവർ ചെയ്യാൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ പോകുന്നത് ടാം സിറ്റിയിലേക്കാണ് കേട്ടോ. അവിടെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നിട്ടാകുമ്പം ടാം സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. പിന്നെ ടാം സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ആ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ കേട്ടോ അവർ തീം ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കുട്ടികൾക്കും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും അങ്ങനെയാട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടായത്. ഇവിടെ എന്താ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മങ്കി കുപ്പായിട്ട് ഒരാളുണ്ടായിട്ടാണ്. നെസു കണ്ടിട്ട് തന്നെ ഭയങ്കര പേടി ഉണ്ടായിന്. ആ ഒരു സൈഡിലാട്ടോ കുട്ടികളെ കളിക്കുന്ന സംഭവമൊക്കെ വരുന്നത്. പിന്നെ നെസു അവിടെ ഒരു സ്ലൈഡറിൽ ഒന്ന് സ്ലൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്ലൈഡ് ചെയ്യുന്നതാട്ടോ ഇത്. ഇതിർക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഫിഷ് സ്പാ ചെയ്യാൻ പറയുന്നത് കേട്ടാ. ഇവിടെ വാ, നിങ്ങളെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലല്ലോ. പറഞ്ഞ എനക്കും സ്പാ ഇടണം എന്ന് പറഞ്ഞ് അതിൽ കാല് മുക്ക്. വാ 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 കേറിക്കോ. പിന്നെ ടർഫിലാണ് കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമും കാര്യമൊക്കെ ഉണ്ടായത്. നമുക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. 8:30 മണി വരെയാണ് അവിടെ എൻട്രൻസ് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ 8:30-9 മണിയായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഒരുപാട് പ്രോഗ്രാമും കാര്യമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിട്ടാ. അടിപൊളി കളറാക്കി വെച്ചിട്ടുണ്ട് സംഭവം. നല്ല ആളുമുണ്ട്. പിന്നെ എവിടെ പോയാലും നമ്മൾ വാങ്ങുന്ന സാധനം നീ എന്ത് പൊട്ടാറ്റോ സ്പ്രിങ് എന്നാണോ റിങ് എന്നാണോ എന്താ ഒരു ട്വിസ്റ്റ് അല്ലേ. നല്ല ടേസ്റ്റ് സാധനം. നെസിന് കൊടുക്കുന്നുണ്ടാ? നിന്റെ ഉമ്മ വീട്ടിലെത്തിയോളൂ. അവര് കാണാനല്ലേ അടിപൊളി ആക്കിയല്ലേ. ഫസ്റ്റ് ആണെങ്കിലും എന്താ പറയുക ഒരുപാട് കാണാനുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. കാരണം അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാമറ പിടിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് മറ്റേ മുളകിൻ്റെ എന്താ മറ്റേ ഗോപി മുളക് അല്ലേ. അപ്പുറത്ത് നല്ല പാട്ടെല്ലാം ഉണ്ട്. ഇപ്പുറം മുട്ടിപ്പാട്ടും ഉണ്ട്. മുട്ടിപ്പാട്ടിൻ്റെ അടുത്ത് നല്ല ആളാണ്. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മതിയായല്ലേ. പിന്നെ ഇടയ്ക്ക് SBB ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഓള് ഇന്നലെ ഒരുപാട് സംഭവം നമുക്ക് മറ്റേ എന്താ പറയുക പർച്ചേസ് ചെയ്യാനുള്ള സംഭവം കുറവാന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയില്ല, കുട്ടികൾക്ക് ഒരു ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നല്ല സെറ്റപ്പ് ആക്കി. ഇനി അത് കൃഷിയുണ്ട്. അപ്പം കൃഷിയുണ്ട്. നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ കേട്ടോ. നമ്മളതിന് വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ഫുഡ് കഴിക്കണം. എന്തേ പോവണ്ട? ഓക്ക് പോവണ്ട പോലും ഇവിടെ തന്നെ നിന്നോ മോൾക്ക്. സംഭവം അടിപൊളി സെറ്റപ്പ് ആയി. ഫസ്റ്റ് ടൈം ആക്കിയാലും ഇവർക്ക് എന്താ പറയാ നല്ല ഇതായിട്ടാ. സൂപ്പർ നല്ല സൂപ്പറായി. ഞാൻ പൊതുവെ മാട്ടൂരിൽ പൊക്കി പറയാനില്ല. ഇതിപ്പോ നല്ല സംഭവം സെറ്റപ്പ് ആയി. നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മള് വിചാരിച്ച പോലെയൊന്നുമല്ല, നല്ല ആളുണ്ട്. ഒന്നാമത് മാട്ടൂര് അത്രയും വലിയൊരു പ്രദേശം. പിന്നെ പുറത്തുനിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലെ. പിന്നെ അത് മാത്രല്ല നമ്മൾ ഇവിടെ ഉള്ള ഏകദേശം പകുതി ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. കുറെ ആളല്ലേ കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കി. കുറെ ആള് ചിരിക്കുന്നുണ്ട്, കുറെ ആൾ അടുത്തോണ്ട് സംസാരിച്ച്, കുറെ ആള് ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അത് പേര് മറിച്ചിന്നാണ്ട് ലാസ്റ്റ് അത് കേൾക്കുന്നുണ്ട് അല്ലേക്ക്. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വന്ന് പരിചയപ്പെട്ട് സംസാരിക്കുകയും ചെയ്ത്.
സംഭവം എന്തായാലും കളറായി കേട്ടാ. സംഭവം നല്ല സെറ്റപ്പ് ആയി. പിന്നെ കൊറേ മറ്റേ ഫുഡ് ഐറ്റംസിന്റെ സംഭവം നിങ്ങളുടെ മാട്ടൂല് മറ്റേ വീട്ടിലെ ഫുഡ് പോലത്തെ അപ്പവും കാര്യമെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അവര് സ്പെഷ്യൽ മാട്ടൂല് സ്പെഷ്യലാ. നമ്മളതല്ല ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റല്ലേ കൂന്തല് നിറച്ചത്. പക്ഷെ ഇങ്ങനെ മാട്ടൂല് സ്പെഷ്യൽ ഫുഡും കാര്യമെല്ലാം തോന്നുന്നു. കൊറേ അതിന്റെ ഒരു ഏരിയ മൊത്തം ഉണ്ടായിന്. പിന്നെ ഇപ്പൊ നമ്മള് മറ്റേ നേരത്തെ കഴിച്ച ഫുഡിന്റെ പിന്നെ മറ്റേ പിള്ളേർക്ക് കളിക്കേണ്ടത് എങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെ അപ്പുറത്ത് ഗാനമേള, ഇപ്പുറം മറ്റേ മുട്ടിപ്പാട്ട്, പിന്നെ ഡ്രസ്സിന്റെ പിന്നെന്താ വേറെന്തോ ഉണ്ട് പറഞ്ഞല്ലോ ജ്വല്ലറിന്റെ കണ്ടിന്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിട്ട് ടൈമായി 8:30 ലാസ്റ്റ് ടൈം. നമ്മൾ ഇപ്പുറത്ത് കയറിയിട്ട് കറങ്ങി കഴിയുമ്പോൾ സമയം ഏകദേശം, അതുകൊണ്ട് അത് അടച്ച്. അത് ഏകദേശം ഫുള്ളായി തോന്നട്ടോ. അതിനെ കാണിച്ചിട്ടില്ല കുട്ടികളെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നല്ല അടിപൊളി. അവിടെ മസീഫിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? കോൽക്കളിയാ? കോലി ഇന്നലെ കോലെല്ലാം കെട്ട് പൊട്ടിക്കുന്നുണ്ട്. മുട്ടിപ്പാട്ടാ കോൽ ഇന്നലെ രാത്രി മറ്റേ വടിയെ കൊണ്ട് കോലെല്ലാക്കുന്നതായിരുന്നു. വേറെ കോൽക്കളി കളിക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ്ടേ? ഫുഡ് കഴിക്കാൻ പോണം. വേണ്ട ഓട്ടോറിക്ഷ വാങ്ങാന്. അതവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഓട്ടോറിക്ഷ വാങ്ങാൻ പോവാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു അപ്പം മിക്സ് വാങ്ങി നമ്മൾ രണ്ടാൾ ഷെയർ ചെയ്ത് കഴിച്ചേട്ടെ. നമ്മൾ മാട്ടൂല് തന്നെയുള്ള മഷൂറും നാട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായത്. നെസുവിന് ഒരു ജ്യൂസും വാങ്ങിയിട്ട് നെസു ജ്യൂസും കുടിച്ചു. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.